അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാം പുട്ടുണ്ടാക്കാൻ. എന്നാലും ഇത് നമ്മൾ വെള്ളരി കഴുകി കുതിർത്തി പൊടിച്ചിട്ട് വറുത്തെടുത്ത പൊടിയാട്ടോ. നല്ല ടേസ്റ്റുള്ള പുട്ടാണ്. അതിന് ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അത് വറുത്ത പൊടിയാട്ടോ. നല്ല മണം ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പുട്ട്. അതിൽ കുറച്ച് ഉപ്പും പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുതിരാൻ വെക്കണുണ്ട് കേട്ടോ. ഒരു കുറച്ച് നേരം വെക്കണം കേട്ടോ, എന്നാലാണ് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നനച്ച വഴി പുട്ടുണ്ടാക്കി അത്ര സോഫ്റ്റ് കിട്ടൂല കേട്ടോ. അപ്പോൾ അന്ന് ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം ഒഴിക്കണുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ഫുള്ള് ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അതിന്. നല്ല ടേസ്റ്റുള്ള ഒരു പുട്ടാണ്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് വെള്ളരി കിട്ടൂലേ, ആ വെള്ളരി നല്ലോണം കഴുകിയിട്ട് ഓട്ടത്തട്ടിൽ കുറച്ച് നേരം വെള്ളം മാറാൻ വെക്കുക. എന്നിട്ട് കൊണ്ടുപോയിട്ട് പൊടിക്കണതാട്ടോ. ഉണക്കണമൊന്നുമില്ല, വെയിലത്തിട്ട് ഉണക്കൊന്നും വേണ്ട. അങ്ങനെ ആ ഓട്ടത്തട്ടിൽ കുറച്ച് നേരം വെള്ളം വാർന്നതിൻ്റെ ശേഷം കൊണ്ടുപോയിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള പുട്ടുണ്ടാക്കുക. പിന്നെ നമ്മളത് കൊടുന്ന് വറുത്തെടുക്കണം കേട്ടോ. പൊടിയൊക്കെ നന്നായിട്ട് വറുത്ത് വെക്കണം, അല്ലെങ്കിൽ പൂത്ത് കിടന്ന് പോകും. പിന്നെ വറുക്കാതെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. നമുക്ക് പച്ചരി മാത്രം പൊടിച്ച ആ ഒരു പുട്ടിന് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ വെള്ളരി മാത്രം പൊടിച്ച പുട്ടിന് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയും ക്യാരറ്റും കൂടി ഇട്ടിട്ടാട്ടോ പുട്ടുണ്ടാക്കുന്നത്. തേങ്ങ മാത്രം ഇട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് വേറെ കറിയൊന്നും വേണ്ട കേട്ടോ ഈ പുട്ടിന്. വെറുതെ ആ തേങ്ങയിൽ തന്നെ കുഴച്ചിട്ട് ഇങ്ങനെ ചായൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ വെള്ളരി കൊണ്ട് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഇപ്പം റേഷൻ കടയിലാണെങ്കിൽ വെള്ളരിയാണല്ലോ കിട്ടുന്നത്, മട്ടരി എന്തൊന്നും കിട്ടണില്ലല്ലോ. പച്ചരി വെള്ളരി അല്ല. അപ്പോൾ വെള്ളരി വേണ്ടാന്നുള്ളവർ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടോ വെള്ളം വാർത്ത മില്ലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പൊടിച്ച് കിട്ടും കേട്ടോ. നല്ല അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ, അറിയണവരുണ്ടാവും. ഇത് അവിടെ വീട്ടിൽ ഉമ്മ ഉണ്ടാക്കണം പൊടിയാട്ടോ. നല്ല ടേസ്റ്റുള്ള പുട്ടാണ് പറയുമ്പോൾ ഞങ്ങൾക്ക് കൊടുന്നു തരും കുറച്ച് പൊടി അവിടുന്ന്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കുതിർത്തി ഉണ്ടാക്കണം കേട്ടോ പൊടി. അതാ പുട്ടൊക്കെ റെഡിയായി. പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ വെള്ളരിയും കൊണ്ട് ഉണ്ടാക്കും കൊണ്ടാട്ടോ കാണിച്ചു തന്നത്. നല്ല സോഫ്റ്റ് പുട്ടാട്ടോ. നല്ല മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പുട്ടിനോട് ഒരു ഇഷ്ടം കൂടും. അത്ര മണമാണ് വറുത്ത് പുട്ടുണ്ടാക്കുമ്പോൾ. ആ വെള്ളരീൻ്റെ നല്ലൊരു മണം വരും കേട്ടോ വറുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രേനേ ഉള്ളൂ. ഇഷ്ടമായി വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും.